ഇപ്പോൾ അർജുൻ പിതാമരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, ശ്രീനഗർ തുടങ്ങിയും മറ്റിടങ്ങളിലെല്ലാം വിമാന കമ്പനികൾക്കെല്ലാം തന്നെ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ ഗതാഗത സംവിധാനങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. എന്തൊക്കെ പുതിയ വിവരങ്ങളാണുള്ളത്? ഇതിനോടകം തന്നെ 4 വിമാനങ്ങൾ എയർ ഇന്ത്യയും അതുപോലെ 2 വിമാനങ്ങൾ ഇൻഡിഗോയും പുതിയതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ശ്രീനഗറിൽ നിന്നും മുംബൈ അതുപോലെ ഡൽഹി എന്നീ 2 നഗരങ്ങളിലേക്കായിരിക്കും സർവീസ് നടത്തുക. അതിനോടൊപ്പം തന്നെ ഈ 2 കമ്പനികളും നിലവിൽ ടിക്കറ്റുകൾ റീഷെഡ്യൂൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുമ്പോഴോ വരുന്ന തുക അത് ഇളവ് നൽകാമെന്നുള്ളൊരു കാര്യം കൂടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് പുറമെ DGCA കൂടി ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു. ശ്രീനഗറിൽ നിന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തടസ്സമില്ലാത്ത സർവീസ് നടത്തണം. അതുപോലെ വിമാന റീഷെഡ്യൂൾ ക്യാൻസലിംഗ് ചാർജുകൾ അത് ഒഴിവാക്കി കൊടുക്കണമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ DGCA വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം കൂടുതൽ സർവീസ് സാധാരണഗതിയിൽ ശ്രീനഗറിൽ നിന്നും ഡൽഹിയിലേക്കും മുംബൈയിലേക്കും ബാംഗ്ലൂരിലേക്കും പോലുള്ള മറ്റ് നഗരങ്ങളിലേക്ക് നടത്തുന്ന സർവീസിൽ കൂടുതൽ ഇന്നും നാളെയുമായി നടത്തണമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ DGCA ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇൻഡിഗോ, എയർ ഇന്ത്യ, ആകാശ അതുപോലെ സ്പൈസ് ജെറ്റ് പോലുള്ള വിമാനങ്ങളാണ് ഈ ശ്രീനഗറിൽ നിന്നും സർവീസ് നടത്തുക. മറ്റൊരു കാര്യം, അല്പസമയത്തിനകം തന്നെ ഈ ഭൗതിക ശരീരങ്ങൾ വഹിച്ചുകൊണ്ടുള്ള 26 പേരുടെയും ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആദ്യ വിമാനം ശ്രീനഗറിൽ നിന്നും പുറപ്പെടും. ഇത് ഡൽഹിയിലേക്കും മുംബൈയിലേക്കുമാണ് ഈ വിമാനങ്ങൾ ആദ്യം എത്തുക. അവിടെ നിന്നും ആ നഗരങ്ങളിൽ നിന്നും ഈ മരണപ്പെട്ടവരുടെ സ്വദേശങ്ങളിലേക്ക് അവരുടെ ഭൗതിക ശരീരം ഒപ്പം അവരുടെ കുടുംബവും എല്ലാം തന്നെ പോകും. അവരെ മടക്കി അയക്കും എന്നുള്ളതാണ് നിലവിൽ ശ്രീനഗറിൽ നിന്നും അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. കേരളത്തിൽ കൊച്ചിയിൽ മരണപ്പെട്ട N. രാമചന്ദ്രൻ മൃതശരീരവും ഇതുപോലെ ഡൽഹിയിലേക്കാണ് ആദ്യം കൊണ്ടുവരുന്നത്. ഏകദേശം 1 മണിയോടുകൂടി 12:30 1 മണിയോടുകൂടി ഡൽഹിയിലെത്തും. അതിനുശേഷം വൈകിട്ട് 4:30-ക്കാണ് ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വിമാനം പുറപ്പെടുക. അത് ഏകദേശം 7:30-യോടുകൂടി കൊച്ചിയിൽ എത്തിച്ചേരുമെന്നുള്ള കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. പേൽഗാമിൽ അതേ സമയത്ത് വലിയ രീതിയിലുള്ള സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ സേനാ വിന്യാസം, അർദ്ധ സൈനിക വിഭാഗവും പാരാമിലിറ്ററിയും എല്ലാം കളത്തിലിറങ്ങിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനോടകം തന്നെ ഈ ബൈസറൻ വാലിയിൽ താഴ്വരയിൽ എത്തി അവിടുത്തെ നിലവിലുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. NIA സംഘം ഇതിനോടകം അവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. അവരുമായി സംവദിച്ച് കാര്യങ്ങളിൽ ഒരു സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കശ്മീർ താഴ്വരയിൽ ആകെ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം ബന്ദ് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ എല്ലാം ഭാഗമായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഈ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം 12 മണിക്ക് ചേരാനിരുന്ന കേന്ദ്ര മന്ത്രിസഭ ഉപസമിതി യോഗം, ഈ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്താനുള്ള ഉപസമിതി യോഗം ഒരുപക്ഷെ കുറച്ചുകൂടി വൈകി ഇന്ന് വൈകിട്ടായിരിക്കും ചേരുക എന്നുള്ള ചില റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് സമയം എത്ര മണിക്കായിരിക്കും ഈ യോഗം ചേരുക എന്നുള്ളതിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം ആയിട്ടില്ല എന്നുള്ളത് കൂടിയാണ് കേന്ദ്ര മന്ത്രിസഭാ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്.